എനിക്കൊരു ഫ്രണ്ടുണ്ട്. ആ പുള്ളിക്കാരി ഒരു വട്ടം എന്നോട് പറഞ്ഞു, എനിക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും എനിക്ക് നിന്നെ ഓർമ്മ വരും. എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞാൻ ആദ്യം ഓർക്കുന്നത് നിന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കുന്നതെന്ന്. പക്ഷേ പുള്ളിക്കാരിയുടെ ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ടല്ലോ, സന്തോഷമുണ്ടല്ലോ, അത് പറയാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന ഒരു ആദ്യത്തെ 10 പേരിൽ പോലും ഞാനുണ്ടാവത്തില്ല. ആദ്യത്തെ ഒരു 5 പേര് കോൾസ് പോലും ഞാനുണ്ടാവത്തില്ല. പക്ഷെ എന്ത് വിഷമമുണ്ടെങ്കിലും എന്നെ വിളിക്കും, പറയും, ഞങ്ങൾ സംസാരിക്കും. ആ പ്രശ്നം എൻ്റേതെന്നുള്ള രീതിയിൽ ഞാനത് എടുക്കുകയും എന്താണ് ചെയ്യാൻ പറ്റുന്നത് അറ്റ്ലീസ്റ്റ് ഒരു സൈക്കോളജിക്കലി ഒരു സപ്പോർട്ടെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ പുള്ളിക്കാരിയുടെ ജീവിതത്തിൽ എന്ത് നല്ല കാര്യങ്ങൾ സംഭവിച്ചാലും അത് ഞാൻ അറിയാറില്ല. ഒന്നുകിൽ വൈകിയായിരിക്കും അറിയുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും അറിയുന്നത്. അങ്ങനെ ഈ ദുഃഖങ്ങൾ മാത്രം കുഴിച്ചു മൂടാൻ വേണ്ടിയിട്ട് നമ്മൾ നിന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അത് ശരിക്കും ഒരു ഇമോഷണൽ ഡംപിങ് ആണ്. ഇമോഷൻസ് ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളെ വേണം, പക്ഷെ ഹാപ്പി മൊമെൻറ്റ്സ് ഒന്നും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേണ്ട. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ലൈഫിൽ വെച്ചുകൊണ്ടിരിക്കണം എന്നെനിക്ക് തോന്നുന്നില്ല. ശരിക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടത് തെറാപ്പിസ്റ്റുകളെയാണ്. പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർ അവർക്ക് സൈക്കോളജിക്കലി സപ്പോർട്ട് കൊടുക്കും, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും, കൃത്യമായ ബൗണ്ടറീസ് പറഞ്ഞു കൊടുക്കും. അതല്ലാതെ അവരുടെ വിഷമങ്ങൾ മാത്രം കുഴിച്ചു മൂടാൻ വേണ്ടിയിട്ട് നമ്മളെ ഉപയോഗിക്കുന്നതും അതിനുവേണ്ടി നിന്നു കൊടുക്കുന്നതും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല.